ഹലോ ഗൈസ്, എന്റെ കയ്യിരിക്കുന്നതാണ് OnePlusന്റെ നോട്ട് ബഡ്സ് 2R. ഇതിപ്പോ ഞാൻ ഒരു മാസമായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് ഏകദേശം 1799 രൂപയാണ് ഞാൻ വാങ്ങിച്ചത്. ശരിക്കുള്ള സെല്ലിംഗ് പ്രൈസ് 2000 രൂപയാണ്. പക്ഷെ എനിക്കിത് ഓഫർ സമയത്താണ് കിട്ടിയത്. അപ്പൊ എന്റെ ഇരിക്കുന്നത് ബ്ലൂ കളറാണ്. ഇതിന്റെ ബ്ലാക്കും ഉണ്ട്, വൈറ്റും ഉണ്ട്, പിന്നെ ഈ കളറും ഉണ്ട്. അപ്പൊ 3 കളറാണ് ഇതിനകത്ത് വരുന്നത്. 3 കളർ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ടിലായിട്ട് OnePlus എഴുതിയിട്ടുണ്ട്. പുറകിലായിട്ട് USB Type-C ചാർജിങ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ മോശമൊന്നുമല്ല. പ്ലാസ്റ്റിക് ആണ് വരുന്നത്, എങ്കിലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി തന്നെ വരുന്നുണ്ട്. തുറക്കുമ്പോഴായാലും അടയ്ക്കുമ്പോഴായാലും നിങ്ങൾ നോക്കി കാണാൻ 2 ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ ലെഫ്റ്റും റൈറ്റും എഴുതിയിട്ടുണ്ട്. ഇയർബഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ വലിയ സ്റ്റിക്ക് അല്ല, നമ്മൾ ചെവിയിലൊക്കെ നല്ലോണം ഇരിക്കുന്ന വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സ്റ്റിക്കാണ് ഇത്. പിന്നെ ടച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ ചെവിയാണെങ്കിൽ തന്നെ ഇത് ഒതുങ്ങിയിരിക്കുന്നതാണ്. ഇളകി പോകും എന്ന ഫീലൊന്നും നമുക്ക് വരത്തില്ല. എനിക്ക് വരുന്നില്ല. കാരണം ഞാൻ പറയാതെ കാരണം എന്ന് പറഞ്ഞാൽ ബോട്ട് നിർവ്വാണ അയോണും ഇതിന്റെ ഒരു കോമ്പറ്റേറ്ററാണ്. ഈ ബോട്ടിന്റെ നിർവ്വാണ അയോൺ ഞാൻ യൂസ് ചെയ്തതാണ്. അതിന്റെ വീഡിയോ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാന്നുള്ളതേ ഉള്ളൂ. ആ ഒരു ബഡ്സ് ഞാൻ ഒരു കുറച്ച് സമയം ഞാൻ ചെവിയിൽ വെച്ചിരിക്കുമ്പോൾ എനിക്ക് ചെവി വേദന വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വലത്തെ ചെവിയിൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കത്തുമില്ല. പക്ഷെ ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് എനിക്കത് പെർഫെക്റ്റ് ആണ്. എനിക്ക് ചെവി ഇളകി പോകുന്ന പ്രശ്നമില്ല. എനിക്കത് കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, വേദനിക്കുന്നില്ല. ഞാൻ എന്ന് വെച്ചാൽ സിനിമകളൊക്കെ കണ്ടു നോക്കി ഒരു സീനും ഇല്ല. അപ്പൊ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആണ്. കാരണം ഇപ്പൊ എനിക്ക് നിർവ്വാണ ആയതുകൊണ്ട് അത്ര കംഫർട്ട് അല്ല. പക്ഷെ വേറെ പലർക്കും നിർവ്വാണ ആയതുകൊണ്ട് അത് കംഫർട്ടാണ്, ഇത് കംഫർട്ട് അല്ല. അപ്പൊ എനിക്ക് എന്തായാലും OnePlusന്റെ ഒരു ബഡ്സ് കറക്റ്റ് ആണ്, ചെവിയിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സിംഗിൾ ടച്ചിന് പാട്ട് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള സംഭവം എല്ലാം ഉണ്ട്. ഡബിൾ ടാപ്പിന് ഫോർവേഡ് ആവും, ഡബിൾ ടാപ്പിന് ബാക്ക്വേർഡ്, കോൾ അറ്റൻഡ് ചെയ്യാനും ഡിക്ലൈൻ ചെയ്യാനും എല്ലാത്ത ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഈ ഒരു TWSന്റെ 12.4mm എക്സ്ട്രാ ലാർജ് ഡ്രൈവറാണ് വരുന്നത്. അതുപോലെ തന്നെ OnePlus 38 hour ഓഫ് പ്ലേ ബാക്കും അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 480 mAh ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് എല്ലാ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ ഫോൺ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് പെയർ ആകുന്നുണ്ട്. അതുപോലെ തന്നെ OnePlusന്റെ TWS ആയതുകൊണ്ട് OnePlusന്റെ ഫോണുകളിൽ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും അതിന്റെ കണക്ടിവിറ്റി. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ. ഈ ഒരു TWSന് IP55 വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ട് സ്വെറ്റ് റെസിസ്റ്റന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ വേർക്കുകയാണെങ്കിൽ വേറെ സീനൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ചെറിയ മഴയ്ക്കൊക്കെ കുഴപ്പമില്ലായിരിക്കും എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും ചെക്ക് ചെയ്യുന്നത് ഫോണില്ല, കാരണം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഒരു കാര്യം എടുത്ത് പറഞ്ഞേക്കെ, OnePlus എനിക്ക് നേരെ പൈസ തന്നിട്ടില്ല. താഴെ വന്നിട്ട് കുറെ അടുത്ത് കമന്റ് ചെയ്യും, നിനക്ക് പെയ്ഡ് പ്രൊമോഷൻ, നിനക്ക് പൈസ തന്നു, OnePlus ഇത്ര തന്നു എന്നൊന്നും ആരും പറയണ്ട. എനിക്ക് ആരും പോലും ഇതുവരെയായിട്ട് ആരും എനിക്ക് പൈസ തന്നിട്ടില്ല, ആരും എനിക്ക് പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തന്നിട്ടില്ല. ഞാൻ വാങ്ങുന്നത് അല്ലെങ്കിൽ എന്റെ ഫാമിലി ആരെങ്കിലും വാങ്ങുന്ന സാധനങ്ങളൊക്കെ അവരെ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഞാൻ ഇവിടെ റിവ്യൂ ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ എടുത്ത വീഡിയോ ക്ലിപ്പ് കാണാനില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ് വരുന്നത്. വളരെ ക്ലിയർ ആയിട്ടുള്ള വോയിസും കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാസ് ഭയങ്കര അങ്ങനെയുള്ള ബാസ് അല്ല, എന്നാൽ അത്യാവശ്യം ബാസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റി വരുന്നത്. അതായത് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. ബോട്ട് നിർവ്വാണ അയോണിനേക്കാളും കുറച്ചുകൂടെ ബാസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു TWSൽ. അതുപോലെ തന്നെ നമുക്ക് കോൾ ക്വാളിറ്റി ആണെങ്കിൽ തന്നെ നമ്മൾ കോൾ ചെയ്യുന്ന ആൾക്ക് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. മൈക്കിന്റെ കാര്യങ്ങളൊന്നും വേറെ ഒരു സീനും ഇല്ല. പിന്നെ വോയിസ് നമുക്ക് മറ്റേ ചെവി വേദനിക്കും, ചെവിയിൽ തുളഞ്ഞു കയറുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രീതിയിലുള്ള വോക്കൽ സെപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്ട്രുമെന്റിന്റെ മ്യൂസിക് ഒക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിനകത്ത് ANC ഫീച്ചർ ഒന്നുമില്ല. ENC എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് വരുന്നത്, എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. അതുപോലെ തന്നെ AI ക്ലിയർ കോൾ അൽഗോരിതം എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു TWS ഇറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോൾ 2023 ജൂലൈയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇറങ്ങുന്നത്. ബാക്കിയുള്ളതിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇത് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കാരണം OnePlus എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, അവർ സർവീസിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. നിർവ്വാണ അയോൺ നല്ലൊരു പ്രോഡക്റ്റാണ്. അതിന്റെ ANC ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബോട്ട് നിർവ്വാണ അയോൺ വാങ്ങാൻ താല്പര്യമുള്ളവർ ANC-ലോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു TWS ഇപ്പോഴും വാങ്ങാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ വേണ്ടവർക്ക് ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ OnePlusന്റെ സ്റ്റോറിലോ ആമസോണിലോ ഒക്കെ ഉണ്ട്, ചെന്ന് വാങ്ങാൻ. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. കുറച്ച് വെർട്ടിക്കൽ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊന്നും ഉപകാരപ്രദമായിക്കോട്ടെ. ബൈ ദ വേ ഗൈസ്, ഇതിന്റെ പെട്ടിക്കകത്ത് 4 ഇയർ ടിപ്പ് വരുന്നുണ്ട്, 2 സൈസിലുള്ള. അതുപോലെ തന്നെ ഒരു USB A to Type-C കേബിളും ഇതിനകത്ത് വരുന്നുണ്ട്. കുറച്ച് സ്റ്റിക്കർ പേപ്പർ ആരും വായിക്കാത്തത്. ബൈ.